തലമുറ, ദൈവം തന്ന കുടുംബം, ദൈവം തന്ന ശുശ്രൂഷ, ദൈവം തന്ന ബന്ധങ്ങൾ, ദൈവം തന്ന ജോലി, ദൈവം തുറന്ന വഴി, ഇവിടെ ഇനി ഏതൊക്കെ വ്യക്തികൾ തലയും കുത്തി നിന്നാലും അത് അടയേല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇതൊരു ദൂതാണ്. എനിക്ക് ഇറങ്ങി വന്ന് ചിലരുടെ തലയിലൊന്ന് കൈവച്ചത് പറയണമെന്നുണ്ട്. ദൈവമാണോ മക്കളെ തന്നേ? ദൈവമാണോ മക്കളെ തന്നേ? ദൈവമാണോ തലമുറ തന്നേ? നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടു വരും, അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഞാൻ നിന്റെ നാവിൽ തന്ന എന്റെ വചനവും ഞാൻ നിന്നിൽ പകർന്ന എന്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല. അപ്പൊ ഇത് വിശ്വസിക്കുന്നവരിൽ വ്യാപിക്കും. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ മേൽ, ഇത് വിശ്വസിച്ച് സ്വീകരിക്കുന്നവരുടെ മേളിൽ, ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ മേളിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാർജയില് ഒരു വീട്ടിൽ എന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ, മോനെ എനിക്ക് മൈക്കൊന്ന് ഞാനൊന്ന് ചെയ്യുക. ഒരു ഭവനത്തിൽ എന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാനങ്ങനെ താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. ഞാനങ്ങനെ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. അപ്പോൾ ആ സഹോദരി അവരുടെ മുഖത്തൊരു സന്തോഷമില്ല, അവരുടെ മുഖത്തൊരു ജീവനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ മനസ്സിനകത്ത് എന്തോ വലിയ സങ്കടം ഉണ്ടെന്ന്. അവരെന്നോട് ഞാൻ ചെന്നപ്പോഴേ എന്നെ വിളിക്കാനുള്ളതിൻ്റെ കാരണം, ഒരു ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവ IPCയിലെ ഒരു വിശ്വാസിയാണ്. അവരെന്നെ വിളിക്കാനുള്ളതിൻ്റെ കാരണം അവർക്ക് 7 വർഷം മക്കളില്ലായിരുന്നു. അങ്ങനെ ഒരു കൊട്ടാരക്കര ചർച്ചിൽ കുടുംബമായിട്ട് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അന്ന് പരിശുദ്ധാത്മാവ് അവരെ സ്പർശിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്തു. കൃത്യമായ സമയത്ത് ദൈവം പറഞ്ഞ സമയത്ത് അവർക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. 7 വർഷം മക്കളില്ലായിരുന്നു. ഇപ്പൊ ആ കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞു. അപ്പോ ഇവരുടെ വീട്ടിൽ 2 ദിവസത്തിന് മുമ്പ് ഒരു പ്രവാചകൻ വന്നു, ഒരു ദൈവദാസൻ. ആ പ്രവാചകൻ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഈ വീട്ടിലൊരു മരണം ഉണ്ടാകും, നിങ്ങളുടെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതങ്ങ് കേട്ട് ഇവരാകെ തകർന്നുപോയി, വളരെ ഭാരപ്പെട്ടു പോയി. ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാ ഡീറ്റെയിൽസും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഇത് കുറച്ച് കാര്യം പറഞ്ഞപ്പോഴേ നമുക്കറിയാലോ ഈ സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട്, എനിക്ക് ഈ വചനത്തിനകത്തൂടെ ദൈവം ഇടപെടുന്നതില്ല എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വചനഭാഗം തരികയാണ്. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല. യോഹന്നാൻ സുവിശേഷത്തിലെ വാക്യാണ്, അത്ര ഉണ്ടായിട്ട് 153 വലിയ മത്സ്യം കയറി, അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല. ഒരു മീനും ഇറങ്ങിപ്പോയില്ല. വല കീറിയാൽ, നെറ്റ് പൊട്ടിയാൽ, ഒരു മീൻ ഇറങ്ങിയാൽ പുറകെ എല്ലാം കൂടെ ഇറങ്ങിപ്പോവും. സാധാരണ നിലയിൽ നെറ്റ് പൊട്ടേണ്ടതാണ്, കപ്പാസിറ്റിക്ക് അപ്പുറമാണ്. അത്രേ ഉണ്ടായിട്ടും വല പൊട്ടി, നെറ്റ് പൊട്ടി, ഒരു മീനും ഇറങ്ങിപ്പോയില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ആ മീൻ അവർ സ്വന്തമായി പിടിച്ചതല്ല, കർത്താവ് കൊടുത്തതാ. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, കർത്താവ് തന്നതൊന്നും നഷ്ടപ്പെടാനല്ല. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് തന്നതൊന്നും നഷ്ടപ്പെടാനല്ല. ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ആകുലതകളും നിന്നെ വിട്ടുപോകട്ടെ. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം തലമുറയായി കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ ഞാൻ ചോദിക്കുന്നു, പാസ്റ്ററെ ഞാൻ ചോദിക്കുന്നു, സീബ മെഹീബോശത്തിന്റെ കാര്യം ദാവീദ് രാജാവിനോട് പറയുമ്പോൾ ഫയൽ റിജക്റ്റ് ആകേണ്ടതാണോ?
ഫയല് മടങ്ങേണ്ടതാണോ? കാരണം മുടന്തന്മാരും കുരുടന്മാരും വീട്ടിൽ വരരുതെന്നാ പുള്ളിയുടെ നിയമം. ഹല്ലേലൂയ. പക്ഷേ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നതുപോലെ മെഫീബോശെത്ത് ദാവീദിന്റെ കൊട്ടാരത്തിൽ തൻ്റെ മേശയിൽ തന്നോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിയമങ്ങൾക്ക് മുകളിലാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിയമ സംവിധാനങ്ങൾക്ക് മുകളിലാണ്. നിനക്ക് വേണ്ടി ചില നിയമങ്ങളെ മാറ്റുവാൻ, നിനക്ക് വേണ്ടി മാത്രം വഴികളെ തുറക്കുവാൻ, നിനക്ക് വേണ്ടി മാത്രം ഒരു അത്ഭുതം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി മാത്രം കഴുകുമരത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, വ്യക്തികളോട് ഇടപെടുകയാണ്. കാരണം അത് മെഫീബോശെത്തിനോടുള്ള ബന്ധത്തിൽ കൃത്യസമയമായിരുന്നു, കൃത്യസമയം. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ചത്ത നായെ പോലിരിക്കുന്ന അടിയനെ കടാക്ഷിക്കാൻ. സഹോദരി, 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് മെഫീബോശെത്ത് ദാവീദിന്റെ മുമ്പിൽ നെടുമ്പാട് കിടന്നുകൊണ്ട് പറയാണ്, യജമാനനെ, ഒരു ചത്ത നായയുടെ വില പോലും ഇല്ലാത്ത, വഴിയെ ചത്ത് കിടക്കുന്ന ഒരു നായയുടെ വില പോലും ഇല്ലാത്ത എന്നെ കടാക്ഷിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്താണ് അതിന്റെ കാരണം എന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനാണ് മെഫീബോശെത്ത്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഒരേ ദിവസം വല്യപ്പനായ ശൗല് മരിച്ചു. അതേ ദിവസം അപ്പനായ യോനാഥാൻ മരിച്ചു. അതേ ദിവസം അപ്പന്റെ അനുജന്മാർ മരിച്ചു. അതേ ദിവസം ശൗലിന്റെ പട്ടാളവും സംവിധാനവും മുഴുവൻ തകർന്ന് തരിപ്പണായി. അങ്ങനെ അപ്പന്റെ, അപ്പാപ്പന്മാരുടെ, വല്യപ്പന്റെ മരണവാർത്ത ജെറുസലേമിൽ നിന്ന് ഭവനത്തിലേക്ക് വരുമ്പോൾ ഒരു ധാത്രി, ഒരു നേഴ്സ്, ഈ മെഫീബോശെത്ത് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അപ്പന്റെയും വല്യപ്പന്റെയും വാർത്ത ജെറുസലേമിൽ നിന്ന് എത്തിയപ്പോൾ ഈ ധാത്രി, ഈ നേഴ്സ് മെഫീബോശെത്തിനെ എടുത്തോണ്ട് ഓടി, മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ഓടി. ഓടുന്ന വഴിക്ക് കൊച്ചി കയ്യിൽ നിന്ന് വീണ് അവന്റെ 2 കാലും ഒടിഞ്ഞ് അവൻ മുടന്തനായി. അങ്ങനെ ഒറ്റ ദിവസം, നമ്മൾ പറയത്തില്ലേ, ദ സിംഗിൾ ഡേ, ദ സെയിം ഡേ, അപ്പൻ പോയി, വല്യപ്പൻ പോയി, അപ്പാപ്പന്മാര് പോയി, തൻ്റെ കാലിന്റെ സ്വാധീനം പോയി. ഓ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. നോക്കിയേ, 2 ശമൂവേൽ 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചു. 2 ശമൂവേൽ 4-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ പറഞ്ഞ ശരിയാണോ നോക്കിയേ. 2 ശമൂവേൽ 4:4. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാനിന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ടോടുമ്പോൾ അവൻ വീണ്ടും മുടന്തനായി പോയി. നോക്കിയേ, എന്നെ ശ്രദ്ധിച്ചേ. ഒരേ ദിവസം, നിങ്ങൾക്ക് ഏപ്രിൽ 10 നവംബർ 20 നിങ്ങളുടെ മനസ്സിലൊരു ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചോ. ഒറ്റ ദിവസം അപ്പൻ പോയി, വല്യപ്പൻ പോയി, അപ്പാപ്പന്മാര് പോയി, അപ്പന്റെ എല്ലാ സംവിധാനങ്ങളും പോയി, തൻ്റെ 2 കാലിന്റെ സ്വാധീനം പോയി. ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവനാണ് മെഫീബോശെത്ത്. ഇത് ഞാൻ പറയുമ്പോൾ ഐ എം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇതാരോടുള്ള ഒരു പ്രവചനമാണെന്ന് എനിക്കറിയാം. ഇതാരോടുള്ള ഒരു അരുളപ്പാടാണെന്ന് എനിക്കറിയാം. ഒറ്റ ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടവന് എല്ലാം തിരിച്ചു കൊടുക്കാൻ ദൈവം മറ്റൊരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ പ്രതീക്ഷിക്കാത്തൊരു ദിവസം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആ പദം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നിനക്ക് നഷ്ടപ്പെടാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ, നിനക്ക് കരയാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ, നിനക്ക് വിലപിക്കാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ, നിനക്ക് നൃത്തം ചെയ്യാൻ ഒരു ദിവസത്തെ എൻ്റെ ദൈവം വെച്ചിരിക്കുകയാണ്. ശത്രുവിനെ പൊളിക്കാൻ ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് പണിയാൻ ഒരു ദിവസമുണ്ട്. ഇതിനകത്ത് കൈയടിക്കാത്തവരോടും സ്തുതിക്കാത്തവരോടും ആമേൻ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ ഈ രാജ്യത്തിൽ ഇവിടെ വന്ന് ഇരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ നീതിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരങ്ങളടിച്ച് അതരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാം. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ പ്രമാണിത്വമല്ല, ഹല്ലേലൂയ, എന്റെ യാതൊന്നുമല്ല. only his mercy, only his grace.
ദൈവം കൃത്യമായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് സഭയോടും ഈ രാജ്യത്തോടും പ്രത്യേകിച്ച് യൂറോപ്പിനോടുമുള്ള ഒരു ദൈവാലോചനയാണ്. ദൈവത്തിന്റെ സമയം അത് കൃത്യമാണ്, അത് കൃത്യമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അത് ഇരട്ടിയായി മടങ്ങി വരാതിരിക്കില്ല. സമയം തെറ്റില്ല, നിശ്ചയം സമയം തെറ്റില്ല. ദൈവത്തിന്റെ ടൈമിംഗ്. ഇതെങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയില്ല. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാം മേളിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കാനുള്ള ഒരു അനുഗ്രഹത്തിന്റെ, ഒരു വിടുതലിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് ഫെയിൽ ആകത്തില്ല. 102-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതെ അവളോട് ഞാൻ കരുണ കാണിക്കും, അതിനുള്ള സമയം വന്നിരിക്കുന്നു. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാവോ? ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. 102:13. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിന് സമയം, അതെ അതിന്റെ സമയം വന്നിരിക്കുന്നു. സിസ്റ്റർ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാവോ? സെറ്റ് ടൈം എന്നൊരു വാക്കുണ്ടോ അവിടെ? സെറ്റ് ടൈം. The set time is come. വാകളോട് പറഞ്ഞേ സെറ്റ് ടൈം, സെറ്റ് ടൈം. ഞാനും ജീനായും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ കാനഡയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് ഞങ്ങൾ ഒത്തിരി ടയർഡായിട്ടാണ് അന്ന് രാത്രിയിൽ ആ റൂമിൽ എത്തുന്നത്. ഒത്തിരി ട്രാവൽ ചെയ്താണ് വരുന്നത്, നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോഴേ ഒരു രാത്രി ഒരു 12:45 1 മണി അടുപ്പിച്ച് സമയമായി. വന്നപ്പോഴേ ഉറങ്ങിപ്പോയി. കൃത്യം രാവിലെ 4 മണിയായപ്പം ഈ ഹോട്ടലിലെ ആ ബെഡിന്റെ സൈഡിൽ ഇരുന്ന ടേബിളിൽ ഇരുന്ന ക്ലോക്ക് അലാറം അടിച്ചു. അപ്പൊ അന്ന് വന്നേ ഉള്ളൂ, അവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഇതിങ്ങനെ അടിക്കും. ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു കണ്ണ് തുറന്ന് ഇത് തപ്പി, ശബ്ദത്തിൽ പിടിച്ച് തപ്പി ഈ സാധനം എടുത്തു. ഇത് കിട്ടുന്ന അടിക്കുക. ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ വീട്ടിലെ ക്ലോക്ക് അല്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ പുറകിലത്തെ ബാറ്ററി 2 ഉണ്ടായിരുന്നു, അത് ഊരിയിട്ടു. പകുതി ഉറക്കത്തിൽ ഇതെല്ലാം ചെയ്യുന്നു, ഊരിയിട്ട് സൈഡിലാക്കി വെച്ചു. പിന്നെയും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് മീറ്റിങ്ങിന് പോയി. അപ്പൊ ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഈ റൂം ക്ലീൻ ചെയ്യാൻ ആളുകൾ വരും. അവര് വന്ന് എനിക്ക് തോന്നുന്നു ഈ ബാറ്ററി വീണ്ടും എടുത്ത് കയറ്റി വെച്ച് ഇത് സെറ്റ് ചെയ്ത് അവിടെ വെച്ചു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കൃത്യം 4 ആയപ്പോൾ ഇത് അടിച്ചു. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഇത് 4 മണി സമയം ആരോ സെറ്റ് ചെയ്തിട്ടിരിക്കുക. ഒരു സമയം സെറ്റായി കിടന്നാൽ പാസ്റ്ററാണോ പ്രധാനമന്ത്രിയാണോ കിടക്കുന്നതെന്ന് സമയത്തിന് വിഷയമല്ല, അത് അടിച്ചിരിക്കും. അടിച്ചിരിക്കും. ഹല്ലേലൂയ. എന്താ ഇപ്പൊ വായിച്ചേ? The set time has come. ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന സമയം വന്നിരിക്കുകയാണ്. ഞാനിത് യൂറോപ്പിനെ നോക്കി പ്രവചിക്കുകയാണ്. ഞാൻ നിന്റെ ഭവനത്തെ നോക്കി പ്രവചിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ, അതൊന്ന് സ്വീകരിച്ചേറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? കൃത്യസമയം. സാരാപത്തിലെ വിധവയും മകനും അന്ന് രാത്രി ആത്മഹത്യ ചെയ്യാനിരുന്നല്ലേ? അന്ന് രാത്രിയിൽ കൃത്യമായ സമയത്ത്, കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ വ്യക്തിയെ ദൈവം അയച്ചു വിടുവിച്ചോ? റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പേഴ്സണെ ദൈവം സെൻഡ് ചെയ്ത് ആ കുടുംബത്തെ വിടുവിച്ചോ? സമയം തെറ്റുകയല്ല കേട്ടോ. നമുക്കൊക്കെ തോന്നാ സമയം പോയി, ശരിയാകുന്നില്ല, ഒരു വീട് വെച്ചില്ല, ജോലിയായില്ല, ശുശ്രൂഷയെ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല, പ്രായം ഇത്രയായി, സമയം ഇത്രയായി, എന്തോ ചെയ്യാൻ പറ്റി, ഇങ്ങനൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ കൃത്യമായ ടൈമിങ്ങിലാണ് നിങ്ങൾ. കൃത്യമായ ടൈമിങ്ങിലാണ്. ഈ മോശക്കുഞ്ഞിനെ നൈൽ നദിയിൽ മോശക്കുഞ്ഞിന്റെ അമ്മയും സഹോദരിയും കൂടെ ചേർന്ന് ഞാങ്ങണപ്പെട്ടകത്തിൽ വെച്ച് വെള്ളത്തിലാണ് ഒഴുക്കി വിടുന്നത്. ഓർക്കണം, എപ്പോഴും നദി ഒഴുകുന്നതിന്റെ ഒഴുക്കിന്റെ വേഗത എപ്പോഴും ഒരുപോലല്ല. ആണോ? നിങ്ങൾ പറയുന്ന വേഗതയിലാണോ നൈൽ ഒഴുകുന്നത്? കാറ്റടിച്ചാൽ കുറച്ചുകൂടെ സ്പീഡിൽ ഒഴുകും. ചെറിയ കാറ്റാണെങ്കിൽ കുറച്ച് പതുക്കെ ഒഴുകും. കാറ്റില്ലെങ്കിൽ പിന്നെ വളരെ സ്ലോയിലേ ഒഴുകുള്ളൂ. വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണോ, അതിന്റെ ഫ്ലോ എങ്ങനെയാണോ, ഇന്ന് ഒഴുകിയ സ്പീഡിലല്ല നാളെ ഒഴുകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല.
അപ്പൊ ഇത് ഒഴുകുന്നത് ഇതിന്റെ ടൈമിംഗ് നമ്മുടെ കയ്യിലല്ല. നൈൽ നദി ഒഴുകുന്നതിന്റെ വേഗത എപ്പോഴും ഒരേ വേഗതയിലല്ല. ഒരു നദിയും ഒഴുകുന്ന വേഗത എപ്പോഴും ഒരേ വേഗതയിലല്ല. അത്യാവശ്യം തോടെങ്കിലും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ? അത്യാവശ്യം ഒരു തോടെങ്കിലും കണ്ടവർക്ക്. ഹല്ലേലൂയ. ഈ കുഞ്ഞ് ഫറവോന്റെ പുത്രി കുളിക്കാൻ കുളിക്കടവിൽ വരുമ്പോൾ കൃത്യസമയത്ത് ഈ കുഞ്ഞ് അവിടെ എത്തണം. മനസ്സിലായോ? പുള്ളിക്കാരി വരുന്നതിന് മുമ്പ് കുഞ്ഞ് വന്നാൽ കുഞ്ഞ് പാസ് ചെയ്ത് പോകും. പുള്ളിക്കാരി കുളിച്ച് തിരിച്ചു കയറി പോയാൽ കുഞ്ഞിനെ കിട്ടൂല. കൃത്യമായ ടൈമിങ്ങിൽ ഈ കുഞ്ഞ് അവിടെ എത്തണം. എന്റെ ചിന്തയിൽ ആ വെള്ളത്തിന്റെ ഒഴുക്കിനെ തമ്പുരാൻ ഇങ്ങനെ നിയന്ത്രിക്കുകയായിരുന്നു. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായും പറയുന്നു, എന്റെ നിയന്ത്രണം എന്റെ പക്കലല്ല, എന്റെ കുടുംബക്കാരുടെ പക്കലല്ല, തല തകർന്ന ലൂസിഫറിന്റെ പക്കലല്ല, ഏതൊക്കെയോ ആഭിചാരം ചെയ്തവന്റെ പക്കലല്ല, എന്നെ ഇഷ്ടമല്ലാത്തവന്റെ പക്കലല്ല. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം എന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ തലമുറയുടെ നിയന്ത്രണം എന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദി പറ. കൃത്യമായ ടൈമിംഗ്. യോഹന്നാൻ 5 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ, ഈ ഫ്രണ്ടിലിരിക്കുന്നത് ഭരണകക്ഷിയും പുറകിലിരിക്കുന്ന പ്രതിപക്ഷമാണോ? അല്ല, ഇവിടുന്ന് ഒന്ന് പറഞ്ഞ, ആദ്യം ഇറങ്ങുന്നവൻ, എല്ലാരും പറഞ്ഞേ, സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവനോട് കർത്താവ് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അല്ല, മനസ്സുള്ളവനോടെ ഞാൻ തൊടാൻ വരുന്നുള്ളൂ. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ അവൻ പറയേണ്ടത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന. അവൻ പറഞ്ഞെന്നറിയോ? കർത്താവേ, എന്നെ ഈ വെള്ളം കലങ്ങുമ്പം ഈ വെള്ളത്തിലോട്ട് ഇറക്കാൻ എനിക്ക് ആരുമില്ല. അപ്പൊ അവന്റെ മൈൻഡിൽ അവനൊരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? വെള്ളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ ഒരു സ്വത്രം. നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ നമ്മളൊരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സഭയെ പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇതേ ഇനിയും നടക്കുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇനി ഇതേ നടക്കുള്ളൂ. ഇത് ഇങ്ങനാണല്ലോ നടന്നത്, ഇനി അങ്ങനെ നടന്നാൽ മതി. അവന്റെ ചിന്തയിൽ ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്നെ വെള്ളത്തിൽ ഇറക്കാൻ എനിക്ക് ആരുമില്ല, വെള്ളത്തിൽ ഇറങ്ങിയാലേ ഞാൻ സൗഖ്യമാകുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവിന് പറയാനുള്ള മറുപടി, മോനെ, വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം നനയാതെ നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ പോവാ. ഒരു തുള്ളി വെള്ളം നനയാതെ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോവാ. എന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നു? മകളെ, കൃപയുള്ളവരൊക്കെ ഇത് സ്വീകരിച്ചോണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സമയം വന്നിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന വഴികളിലല്ല എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്, ഞാൻ ചിന്തിക്കാത്ത വഴികളിലാണ് എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലൊക്കെ എന്റെ ദൈവം പ്രവർത്തിക്കാവൂ എന്ന് ചിന്തിക്കരുത്. ഞാനതിന് എൻ്റെ ചർച്ചിലുള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ദൈവത്തിന് ട്യൂഷൻ എടുക്കാൻ പോകരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലേ പറഞ്ഞാട്ടെ, ദൈവത്തിന് ട്യൂഷൻ എടുക്കാൻ പോകരുത് പറഞ്ഞാട്ടെ. അല്ല, ദൈവത്തെ ട്യൂഷൻ പഠിപ്പിക്കുന്നവരുണ്ട് ഇവിടെ. കാരണം ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പൊന്നു പാസ്റ്ററെ, ദൈവഹിതം മാത്രം നടന്നാൽ മതി. നമുക്കത് കേൾക്കുന്ന വലിയ സന്തോഷം. ഒരു അമ്മാമ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവരുടെ മോളുടെ കല്യാണം നടക്കണില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, കർത്താവിൻ്റെ ഹിതം നടന്നാൽ മതി, ഞാൻ ഫാസ്റ്റിങ്ങില്ല. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കർത്താവിന്റെ ഹിതം നടന്നാൽ മതി പാസ്റ്ററെ, ഞാൻ ഫാസ്റ്റിങ്ങില്ല. ഞാൻ പറഞ്ഞു, ശരി അമ്മാമേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്നിട്ട് അടുത്തൊരു വാക്ക്, ഏപ്രിൽ 15 തീയതിക്ക് മുമ്പ് കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ ഹിതം നടന്നാൽ മതി, പക്ഷെ അത് ഏപ്രിൽ 15 മുമ്പ് നടക്കണം. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. എനിക്ക് ചിന്തിക്കാനും വിചാരിക്കാനും ഒക്കെ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ അവൻ എന്നെ കുറിച്ചുള്ള വിചാരം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന മെഷർമെന്റ് ആണ്. ആകാശം ഭൂമിക്ക് മീതെ, ഹെവനും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ.
അവകാശി വരാതെ ദൈവം ഇത് കൈമാറില്ല. വീണ്ടും ഇതേ കാര്യം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നമ്മൾ ചിന്തിക്കുന്ന വഴികളിലൂടെ അല്ല പാസ്റ്റർ ദൈവം സഞ്ചരിക്കുന്നത്. അനുഭവിച്ചവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? എൻ്റെ പൊന്നു പാസ്റ്റർ, ഞാൻ മാൾട്ടെ വരാൻ ചിന്തിച്ച ഒരാളല്ലായിരുന്നു. എന്നെ ദൈവം റൂട്ട് തിരിച്ച് കൊണ്ടുവന്നാന്നുള്ളവരെന്ന് കൈ ഉയർത്തി കാണും. അവരാണ് ഈ മിണ്ടാതിരിക്കുന്നത്. കണ്ടോ, ഇത്രയും നേരം മിണ്ടാതിരുന്ന അവരാ അനുഭവിച്ചവര്. ചേർന്ന രാമയും പറയാവോ? നെഹമ്യാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? നെഹമ്യാവ് എന്താ ചെയ്തേ? ബൈബിൾ അറിയാവുന്നവർ പറഞ്ഞോ. ജെറുസലേമിന്റെ മതിൽ പണിയാൻ ദൈവം നെഹമ്യാവിനെ ഉപയോഗിച്ചു, അല്ലേ? എന്നാ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ജെറുസലേമിന്റെ മതിൽ പണിയാൻ വന്ന നെഹമ്യാവ് ജനിച്ചു വളർന്നത് പേർഷ്യയിലാണ്. പിടികിട്ടി? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രവാസ കാലഘട്ടത്തിൽ, ആർ യു ലിസണിങ് മീ? പ്രവാസ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് യഹൂദന്മാർ കുടിയേറി പാർത്ത സമയത്ത് ഈ നെഹമ്യാവ് എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് 4-ാമത്തെയോ 5-ാമത്തെയോ ജനറേഷനാണ്. ഇപ്പൊ ഈ നെഹമ്യാവ് എവിടെയാണെന്ന് അറിയാവോ? അർത്തഹഷ്ട് രാജാവിന്റെ പാനപാത്രവാഹകനാണ്. എവിടെ? പേർഷ്യയിൽ. എന്നേക്കാൾ വിശ്വാസം ഗൂഗിളും ChatGPT ഒക്കെ അല്ലേ? പാസ്റ്റർമാർ പറയുന്നത് അതിനകത്തുണ്ടോ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്കണം നെഹമ്യാവ് എവിടാ ജനിച്ചെന്ന്. നെഹമ്യാവ് ജനിച്ചത് യെരൂശലേമിലല്ല. നെഹമ്യാവ് വളർന്നത് ഇസ്രായേലിലല്ല. നെഹമ്യാവ് ജനിച്ചതും വളർന്നതും എല്ലാം ഇറാൻ, ഇറാഖ് സ്ഥലങ്ങളിലാണ്, പേർഷ്യയിലാണ്. ആ പേർഷ്യൻ രാജ്യത്തിലെ കൊട്ടാരത്തിൽ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഉദാഹരണം, നിങ്ങൾ അമേരിക്കയ്ക്ക് പോയി എന്നിരിക്കട്ടെ. പല ആമീനും ഞാൻ കേട്ടു. നിങ്ങൾ അമേരിക്കയ്ക്ക് പോയി എന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അമേരിക്കയിലെത്തി. നിങ്ങൾക്ക് അവിടെ ദൈവം തലമുറകളെ തന്നു. ആ തലമുറയ്ക്ക് തലമുറയുണ്ടായി, അടുത്ത തലമുറയുണ്ടായി, 4-ാം തലമുറയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ആ 4-ാമത്തെ തലമുറ ഇവർക്കെല്ലാം ഇപ്പൊ അമേരിക്കൻ പാസ്പോർട്ടാണ്. അറിവിത് മീ? ഈ 4-ാമത്തെ തലമുറ ഡൊണാൾഡ് ട്രംപിന്റെ, അമേരിക്കയുടെ ബഹുമാന്യ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കൊട്ടാരത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നിരിക്കട്ടെ നിങ്ങളുടെ 4-ാം തലമുറ. ആ ചെറുക്കന് ഇന്ത്യയെ കുറിച്ച് വല്ല ബേർഡനും കാണും? ആരും മിണ്ടാത്തേനാ? ആ ചെറുക്കന് ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കാൻ വരുമോ? ഇനി ഇന്ത്യയെ കുറിച്ച് അവൻ ചിന്തിക്കുവോ? അതിനെക്കുറിച്ച് വല്ല ആത്മഭാരം ഉണ്ടാവുമോ? പക്ഷേ യെരൂശലേമിൽ നിന്ന് ചില സഹോദരന്മാർ അന്ന് പേർഷ്യയിൽ നെഹമ്യാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ നെഹമ്യാവ് അവരോട് ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറയൊക്കെ ഉള്ള ജെറുസലേം ഇപ്പോൾ എങ്ങനെയുണ്ട്? ഉടനെ ഇവർ പറഞ്ഞു, ദേശം മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു. ജെറുസലേമിന്റെ വാതിലുകൾ ശത്രു തകർത്തിരിക്കുന്നു, അതിന്റെ ജനലുകൾ, വിൻഡോകൾ കത്തിച്ചിരിക്കുന്നു. ദേശം മഹാകഷ്ടത്തിലും അപമാനത്തിലുമാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യം, ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് ഇത് കേട്ടപ്പോൾ അവൻ ഇരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അവൻ ഇരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഈ ഗൾഫിൽ ജോലി ചെയ്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഗൾഫിലുള്ളവർ, നിങ്ങൾക്കറിയാലോ അവിടുത്തെ സംവിധാനം. ഗൾഫിലെ പാലസിൽ വിളമ്പുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്നാ ഭക്ഷണം? രാജകൊട്ടാരത്തിലെ ഭോജനം എന്ന് പറഞ്ഞാൽ എന്തോ ഹൈ ലെവലാ. ഇഷ്ടം പോലെ ഫുഡുള്ള സ്ഥലമാണ് കൊട്ടാരം. ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുള്ളവൻ. ഇനി ഇതെല്ലാം പോട്ടെ, രാജാവ് പോലും കഴിക്കേണ്ട ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് കൊള്ളാമോ എന്ന് വിലയിരുത്തി രാജാവിന് കൊടുക്കേണ്ടവൻ ഫാസ്റ്റിങ്ങിലാണ്. ഈ പുള്ളി ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് പുള്ളിയുടെ പ്രശ്നം കൊണ്ടല്ല. ഈ മനുഷ്യൻ കരയുന്നത് തന്റെ കൊച്ചിന് വിസ കിട്ടാനോ ജോലിക്ക് വേണ്ടിയോ അല്ല. ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരം, ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരം. ഇനി ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറുക. ഒരൊറ്റ യഹൂദനും കരുതിയതല്ല ജെറുസലേമിന്റെ മതില് പണിയാൻ തമ്പുരാൻ പേർഷ്യന്നൊരുത്തനെ കൊണ്ടുവരുമെന്ന്. ഒരൊറ്റ യഹൂദന് കരുതിയതല്ല. നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഞാനും നീയും വിചാരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി ദേശത്തിന്റെ മേൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് തട്ടിയേ. ആത്മഭാരത്താൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഉപവസിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത് എന്റെ വിഷയത്തിലല്ല,
എന്റെ ദേശത്തിന് വേണ്ടിയാണ്. അവകാശിയുടെ കയ്യിൽ ദൈവം ഇത് കൈമാറും. യൂറോപ്പിന്റെ സമയം വന്നിരിക്കുകയാണ്. മാൾട്ടയുടെ സമയം വന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യക്കാരായ നിങ്ങളെ, മലയാളികളായ നമ്മളെ യൂറോ മേടിക്കാനോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാനോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നതിന്റെ പിറകിൽ ദൈവത്തിന് മറ്റു ചില പദ്ധതികളുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇവിടെ എത്ര പേരുണ്ട്? മറ്റു ചില പദ്ധതികളുണ്ട്, വലിയ പദ്ധതികളുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുണ്ട്, നിങ്ങളുടെ സഭയെ കുറിച്ചുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുണ്ട്. ദൈവം തന്റെ അവകാശങ്ങൾ അവകാശിയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുള്ളൂ. സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് വരാൻ പോവാണ്. അങ്ങനെ സീബ മെഹിബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞോട്ടെ. മെഹിബോശത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രാർത്ഥനായോഗത്തിന് കൊണ്ടുവന്നത് സീബയാണ്. പുള്ളിയാണ് പ്രാർത്ഥനയ്ക്ക്, സീബയാണ് മെഹിബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ, അതിനുവേണ്ടി ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം വെക്കും. പിടികിട്ടിയോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന മലയാളികൾ മാത്രം എന്നെ ശ്രദ്ധിച്ചാൽ മതി, മറ്റു രാജ്യക്കാരോടല്ല, നമ്മുടെ ആളുകളോടാണ്. ഞാനും മലയാളിയാണ്. ഒരു ശരാശരി ആളിനോട് ചോദിച്ചാൽ അവന്റെ മറുപടി എന്നായിരിക്കും? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പൊ സീബായോട് ദാവീദ് രാജാവ് പറയുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ കരുണ കാണിക്കണം. ഇനി ആ വീട്ടിൽ, ബ്രദറെ, ഇനി ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നിനക്കറിയാം ഇനി ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? സീബയ്ക്ക് വേണേ പറയായിരുന്നു, നമ്മളിൽ ചില ആളുകൾ പറയുന്ന പോലെ. സീബയ്ക്ക് അറിയാം രാജാവ് അന്വേഷിക്കുന്നേ, രാജാവ് അന്വേഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇവനെ കൊണ്ടുവന്ന അവർ രക്ഷപ്പെടുമെന്ന് സീബയ്ക്ക് അറിയാം. മിണ്ടുന്നില്ലല്ലോ. സീബയ്ക്ക് വേണേ പറയായിരുന്നു, ശൗലിന്റെ വീട്ടിൽ, കൈവക്കണ്ട കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി, ശൗലിന്റെ വീട്ടിൽ അങ്ങനെ രാജാവെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. പക്ഷെ സീബ അതല്ല ചെയ്തത്. സീബ മെഹിബോശത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2, ആ മുടന്തനെ ചുമന്നോണ്ട് കൊട്ടാരത്തിൽ വരാൻ ഒരു റിസ്ക് എടുത്തു. നമ്മുടെ ഡെസ്റ്റിനിയിൽ ദൈവം വെച്ച അനുഗ്രഹത്തിൽ ദൈവത്തിന് നമ്മളെ എത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ദൈവം ചില വ്യക്തികളെ ഒരുക്കും. അവരെ ഒരിക്കലും മറക്കരുത്. You never forget your destiny helpers. അതിൽ ചിലർ നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങൾ ഇവിടെ എത്താൻ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഒരു അമ്മയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പാടത്ത് പണിയെടുത്ത, വെയിലത്ത് പണിയെടുത്ത, വിയർപ്പൊഴുകി നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ നിങ്ങളുടെ ഒരു അപ്പനുണ്ട്. മക്കളെ, നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാൻ ബെന്നിഹിൻ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനല്ല എഴുതിയിരിക്കുന്നേ. നിന്റെ അപ്പനെയും അമ്മയെയും അനുസരിക്കുക, അവരെ ബഹുമാനിക്കാനാണ്. അവർ പേരൻസ് ഈസ് അവർ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ഈ നിലയിൽ ഇവിടെ എത്താൻ എൻ്റെ അപ്പനും അമ്മയും ഒരു കാരണമാണെന്നുള്ളവർ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. അവർ പേരൻസ് ഈസ് അവർ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. രണ്ടാമതായി, നിങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളെ ആത്മീകമായി നടത്തിയവർ, നിങ്ങളുടെ മീതെയുള്ള ദൈവദാസൻ, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാതിരുന്ന നിങ്ങളെ, മൈക്ക് പിടിക്കാൻ അറിയാത്ത നിങ്ങളെ, എഴുന്നേറ്റ് നിന്ന് 2 വർത്താനം പറയാൻ അറിയാത്ത നിങ്ങളെ, ഈ നിലയിൽ അപ്ലിഫ്റ്റ് ചെയ്തെടുത്ത, നിങ്ങളുടെ സ്പിരിച്വൽ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ നയിച്ച, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത, ഇന്നും ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ, യുവർ മെന്റർ, യുവർ പാസ്റ്റർ, നിങ്ങളുടെ അപ്പോസ്തലൻ, നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളെ ക്രിസ്തുവിൽ നയിക്കുന്ന നിങ്ങളുടെ മീതെയുള്ള നിങ്ങളുടെ ദൈവമനുഷ്യൻ. ഈ ഗുരുത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മീക ശുശ്രൂഷയിൽ എല്ലാം ബൈബിളിൽ നിന്ന് തന്നെ പറയണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരു വാക്ക് മാത്രം ഞാൻ പുറത്തു നിന്ന് എടുക്കുകയാണ്. മഹാകവിതകൾ എഴുതുന്ന കവിതകളുടെ ഉടമകളായ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ പല മലയാളികളും പഠിച്ചിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകൾ ഏറെ.
ഗുരുത്തം ഇല്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും കരുതി കൂട്ടി വരുത്തും അവൻ വിനകൾ ഏറെ. ദൈവത്തെ അനുസരിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കുന്നവർ, നിങ്ങളെ നടത്തുന്നവർക്ക് വിധേയപ്പെടുന്നവർ ദൈവത്താൽ അനുഗ്രഹീതരാകും. ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല. ഞാൻ ഈ പറയുന്നതിന് ആമീൻ പറയാൻ എത്ര പേരുണ്ട്? ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല. ഒരു ഏലി പുരോഹിതൻ ഇല്ലാതെ ഒരു സാമുവേലില്ല. അന്ന് രാത്രിയിൽ സാമുവേലിനെ മെന്റർ ചെയ്യാൻ, ഇനി അങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവനെ മെന്റർ ചെയ്യാൻ ഒരു മനുഷ്യൻ ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ അവനത് മിസ് ചെയ്തു പോയനെ. ഒരു ഏലി ഇല്ലാതെ ഒരു സാമുവേൽ ഇല്ല. ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദില്ല. ഒരു ദാവീദില്ലാതെ എറിയുന്ന 400 വീരന്മാരില്ല. ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് കണക്ഷൻസ് ആൻഡ് ദ റൈറ്റ് അസോസിയേഷൻ. ഇതെന്റെ വാക്കല്ല, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോംഗെ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് കണക്ഷൻ ആൻഡ് ദ റൈറ്റ് അസോസിയേഷൻ. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. കൂടാരം വിട്ടുപിരിയാതെ നിന്ന ജോഷുവയുടെ മേളിലല്ലേ അടുത്ത തലമുറയ്ക്കുള്ള നിയോഗം വീണത്? ആലയത്തിനകത്ത് ഹന്നയ്ക്കറിയാം, ഹന്ന കുഞ്ഞിനാളിൽ ഈ ശമൂവേലിനെ കയ്യിൽ കിട്ടുമ്പം താഴെ വെക്കാതെ വളർത്തിയ കൊച്ച. പക്ഷെ പള്ളി കൊണ്ടാക്കി, ചർച്ചിൽ കൊണ്ടാക്കി, കണ്ടു കൊതി തീർന്നിട്ടില്ല. കാരണം ഹന്നയ്ക്കറിയാം ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ അവൻ നിന്ന് വളർന്നാലേ അവൻ അടുത്ത നാളുകളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യത്തുള്ളെന്ന്. ഈ ദാവീദിന്റെ കൂടെ 400 വീരന്മാർ കൂടിയെന്ന് പറഞ്ഞില്ല. അവർ വീരന്മാരല്ലായിരുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 400 പേർ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, പട്ടിണിയുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ. നല്ല ഭാഷ പറഞ്ഞാൽ സ്തോത്ര കാഴ്ച പോലും ഇടാൻ കാൽ പൈസ കയ്യിലില്ലാത്ത 400 എണ്ണ ദാവീദിന്റെ കൂടെ കൂടിയ. ഈ 400 പേരെയും കൊണ്ട് ദാവീദ് അദുല്ലാം ഗുഹയിൽ പോയി. അദുല്ലാം ഗുഹയിൽ 2 കൊല്ലം കഴിഞ്ഞ് ഈ 400 പേർ അദുല്ലാം ഗുഹയിൽ ദാവീദിനോട്, അഭിഷിക്തനോട് കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും എറിയുന്ന വീരപുരുഷന്മാരായി. ബാവുപാസ്റ്ററെ, ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും എറിയുന്ന വീരപുരുഷന്മാരായി മാറി ഈ 400 എണ്ണം. ഈ എറിയുടെ ഗ്രേസ് ആർക്കാ? ഈ എറിയുന്ന കൃപ ആർക്കാ? എറിയുന്നവന്റെ കൂടെ കൂടിയവന്മാരെല്ലാം എറിയുന്നവനായി. നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ല. ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് കണക്ഷൻ ആൻഡ് അസോസിയേഷൻ. ഒരു ഏലിയാവില്ലാതെ ഒരു എലീശ ഇല്ല. ക്രിസ്തു എന്ന അഭിഷിക്തനില്ലാതെ 12 അപ്പോസ്തലന്മാരില്ല. ഒരു അനന്യാസിനെ കൂടാതെ ഒരു പൗലോസ് ഇല്ല. ഒരു പൗലോസിനെ കൂടാതെ ഒരു തിമോത്തിയോസ് ഇല്ല. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് കണക്ഷൻ. ഇന്ന് രാത്രിയിൽ മക്കളെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളെ സ്നാനപ്പെടുത്തിയവരുണ്ട്, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ചവരുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചവരുണ്ട്, നിങ്ങളെ പണം തന്ന് സഹായിച്ചവരുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിച്ചവരുണ്ട്, നിങ്ങളെ കരുതിയവരുണ്ട്, നിങ്ങളെ ആശ്വസിപ്പിച്ചവരുണ്ട്. ഇന്ന് ഈ മാൾട്ടയിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിങ്ങളുടെ ലൈഫിലുണ്ട്. യു നെവർ ഫർഗെറ്റ് ദം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സീബ മെഹിബോശത്തിന്റെ ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, അതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിന്റെ പദ്ധതികൾ ചെറുതല്ല. മെഹിബോശത്തിനെ സീബ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ രാജാവ് ഒരു കൽപ്പന ഇടുകയാണ് 10-ാം വാക്യത്തിൽ: നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിക്കാൻ ആഹാരം ഉണ്ടാക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഹിബോശത്ത് നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നോ? ഇനി ഈ പറയുന്ന കേട്ടില്ലെങ്കിൽ ഇത്രയും കേട്ടതെല്ലാം പോയി. സീബയാണ് മെഹിബോശത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൊട്ടാരത്തിൽ കൊണ്ടുവന്നത്. പെട്ടെന്ന് രാജാവിന്റെ കൽപ്പന സീബയോട്: ഇന്നു മുതൽ നീയും നിന്റെ 20 വേലക്കാരും നിന്റെ 15 പുത്രന്മാരും മെഹിബോശത്തിന് വേണ്ടി കൃഷി ചെയ്യണം.
നിന്റെ മുഴുവൻ സംവിധാനവും ഇവന് വേണ്ടി ജോലി ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ മെഗീബോശത്തിനെ കൊണ്ടുവന്നത് സീബയാണെങ്കിലും സീബ ഇപ്പൊ മെഗീബോശത്തിന്റെ മേളിൽ പോയി, സീബ മെഗീബോശത്തിന്റെ താഴെ പോയി, മെഗീബോശത്ത് സീബയുടെ മേളിലായി. ഇനി അടുത്ത വാക്ക് കേട്ടോണം, ആരാധിക്കാൻ തയ്യാറുള്ളവരെ കേൾക്കാവൂ. 20 പുത്രന്മാർ, 15 ജോലിക്കാർ, 2 കാലും മുടന്തുള്ള ചത്ത നായയുടെ വില പോലും ഇല്ലെന്ന് പറഞ്ഞവന് ഒറ്റ സെക്കൻഡ് കൊണ്ട് 35 ജോലിക്കാർ അവനെ ടേക്ക് കെയർ ചെയ്യാൻ. ചത്ത നായയുടെ വില പോലും ഇല്ലെന്ന് പറഞ്ഞവനെ ട്രീറ്റ് ചെയ്യാൻ, അവന് വേണ്ടി പണിയെടുക്കാൻ, അവന് വേണ്ടി ജോലി ചെയ്യാൻ 35 സെർവൻസ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ എൻ്റെ ദൈവത്തിന് തിരിക്കാൻ ഒറ്റ സെക്കൻഡ് മതി എന്ന് വിശ്വസിക്കുന്നവർ ആ ശബ്ദം ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. കഴിഞ്ഞ മിനിറ്റ് വരെ, കഴിഞ്ഞ സെക്കൻഡ് വരെ ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാതിരുന്നവന് 35 ജോലിക്കാർ. ഇത് നിന്റെ പഠിത്തം കൊണ്ട് കിട്ടിയതല്ല. ഞാനിത് ചിലരോട് പറയാണ്, നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. മിടുക്ക് കൊണ്ടല്ല, ഇത് ദൈവത്തിന്റെ ദയയാണ്, ഇത് ദൈവത്തിന്റെ കരുണയാണ്, ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷേ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കരുണ ഒരുത്തന്റെ മേളിൽ വന്നാൽ അത് ഒരു തലമുറ കൊണ്ട് തീരുകയില്ല. ഞാൻ അതിനൊരു വാക്യം വായിക്കാൻ പോവാ. വാക്യം 12. മെഹീബോശത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു, അവന് മീഖ എന്ന് പേര്. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഹീബോശത്തിന് ഭൃത്യന്മാരായി. അങ്ങനെ മെഹീബോശത്ത് യെരൂശലേമിൽ വസിച്ച് രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. പിന്നെ അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവന് 2 കാലും മുടന്തായിരുന്നു. നിന്റെ എല്ലാം മുടന്ത് ഓടിരിക്കട്ടെ, നിന്റെ എല്ലാ അയോഗ്യതകളും ഓടിരിക്കട്ടെ. ദൈവം നിന്നെ യോഗ്യനായി കണ്ടാൽ ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ മക്കളെ ഒരു വാക്കിയോടെ പറയാം. ഇത് കേട്ടോണം. ഇതെങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല, ഇതെങ്ങനെയാ പറ്റിയെന്ന് എനിക്കറിയില്ല. മെഹീബോശത്തിന് ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു കുഞ്ഞ്. ആ കൊച്ചിന്റെ പേര് മീഖ എന്നായിരുന്നു. മെഹീബോശത്തിനെ സീബ കൊട്ടാരത്തിൽ കയറ്റിക്കൊണ്ട് വന്നപ്പോ ഈ കൊച്ചിനെ കുടിഞ്ഞു കൊണ്ടുവരുന്നു. മനസ്സിലായോ? ഇപ്പൊ ഈ മെഹീബോശത്തിന്റെ കുഞ്ഞായ മീഖായും കൊട്ടാരത്തിനകത്താ. അവന്റെ അടുത്ത തലമുറയും സേഫായി, അവന്റെ അടുത്ത ജനറേഷന് സേഫായി. ഇനി ഇതിനൊരു കാരണമുണ്ട്. ഇതിന്റെ കാരണം യോനാഥാനാണ്. ശൗലിന്റെ മക്കളുമാരിൽ ദാവീദിനോട് സഖ്യത ചെയ്ത മനുഷ്യൻ യോനാഥാനാണ്. യോനാഥാൻ, ഇനി കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോണം, ഇതൊരു ദൂതാണ്. യോനാഥാൻ ദാവീദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദാവീദേ നീ ഒന്നാമനാകണം, എനിക്ക് രണ്ടാമനായാ മതി. കേൾക്കുന്നുണ്ടോ? ദാവീദ് മരണപ്പെട്ടാൽ ശൗല്, യോനാഥാന്റെ അപ്പനായ ശൗല് ദാവീദിനെ കൊന്നാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് യോനാഥാനാ. അവൻ അടുത്ത രാജാവാകാം. പക്ഷെ ദാവീദ് മരിക്കാതെ ദാവീദിനെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തത് യോനാഥാനാ. എന്നിട്ട് യോനാഥാൻ ദാവീദിനോട് പറയുകയാണ്, നീ ഒന്നാമനായിക്കോ, എനിക്ക് രണ്ടാമനായാ മതി. ചിലയിടത്തൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുകയും വാ തുറക്കാതെ മിണ്ടാതിരിക്കുകയും മാറി നിൽക്കുകയും രണ്ടാമനാകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തില്ലേ? നിന്റെ തലമുറയെ മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. യോനാഥാനെ, നിന്റെ മകനായ മെഹീബോശത്തിനെ മറക്കാത്തൊരു ദൈവമുണ്ട് എന്ന് ആത്മാവ് സഭയോട് ഇടപെടുകയാണ്. യോനാഥാന്റെ മകനും യോനാഥാന്റെ മകന്റെ മകനും 2 തലമുറ സേഫായി. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിച്ച ചില തോൽവികളാണ് നമ്മുടെ ജയം. ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് പിടിച്ചെടുക്കാവുന്ന ചിലത് നമ്മൾ വിട്ടുകളഞ്ഞതാണ് നമ്മുടെ അനുഗ്രഹം. ഓ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കരഞ്ഞ അപ്പന്മാർ ഇതിനകത്തുണ്ടോ?
കരയുന്ന അമ്മമാർ ഇതിനകത്തുണ്ടോ? കർത്താവിന്റെ അഭിഷേകത്തെ ബഹുമാനിക്കുന്നവരുണ്ടോ? യോനാഥാൻ അഭിഷിക്തനെ ബഹുമാനിച്ചവനാ. യോനാഥാൻ അഭിഷേകത്തെ ബഹുമാനിച്ചവനാ. യോനാഥാൻ ദൈവത്തിന്റെ പ്രവാചകനാ. ഇന്ന് രാത്രി നിന്റെ തലമുറകളുടെ മേളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പരിശുദ്ധാത്മ പകരട്ടെ. ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ മെഹിബോശത്ത് ഇപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെയാണ്. ചത്ത നായുടെ വിലയില്ലാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, 2 കാലും മുടന്തുള്ളവൻ, ആരോരും ഇല്ലാത്തവൻ ഇന്ന് കൊട്ടാരത്തിനകത്താണ്. രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെയാണ്. ദേ, ആ ഗേറ്റിന്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുടന്തന്മാർക്ക് പ്രവേശനമില്ലെന്ന്. പക്ഷേ ആ മുടന്തനാണ് കൊട്ടാരത്തിലിരുന്ന് രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നത്. ദൈവമക്കളെ, ഇതിനെല്ലാം കാരണമായത് എന്നാണെന്നറിയോ? ഇതിനെല്ലാം കാരണമായത് രാജാവിന് അവനോട് തോന്നിയ ദയയാണ്. മുൻപേ ദൂരസ്ഥരായിരുന്ന ഞാനും നിങ്ങളും, പുറംപറമ്പിൽ എറിയപ്പെട്ട ഞാനും നിങ്ങളും ഇന്ന് ദൈവരാജ്യത്തിൽ അവന്റെ മക്കളെന്ന പദവിയിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ രാജാവിന് തോന്നിയ ദയയാണ്. ഈ രാജാവിന് തോന്നിയ ദയയാണ്. ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല കർത്താവേ, ഒരർഹത എനിക്ക് പറയാനില്ല കർത്താവേ. നിനക്കെന്നോട് തോന്നിയ ദയ, നിനക്കെന്നോട് തോന്നിയ കരുണ, നിനക്കെന്നോട് തോന്നിയ വിശ്വസ്തത, അതുകൊണ്ട് മാത്രം ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ആയിരിക്കുന്നെന്ന് പറയുന്നവരാ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് ആദരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നിൽക്കാൻ ഒരു യോഗ്യതയില്ല കർത്താവേ. അർഹതകളില്ലാത്ത സ്ഥാനത്ത് നീ എന്നെ അർഹനാക്കി. യോഗ്യതകളില്ലാത്ത സ്ഥാനത്ത് നീ എനിക്ക് യോഗ്യത നൽകി. ഇത് അങ്ങക്കെന്നോട് തോന്നിയ ദയയാണ്. ആ കൈ ഉയർത്തി ഇങ്ങനൊന്ന് പറയാമോ? നന്ദി യേശു രാജാവേ, നന്ദി രാജാതി രാജാവേ, the King of Kings and the Lord of Lords. നന്ദി യേശു രാജാവേ. ആദരങ്ങൾ തുറന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച്, ആദരങ്ങളൊന്ന് തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്